എമ്മിൽ പ്രായപരിധി കർശനമാകില്ല എന്ന് CPM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് 24-നോട്. ആർക്കെങ്കിലും ഇളവ് നൽകുകയോ നിലനിർത്തുകയോ വേണമെന്നത് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. മുഖ്യമന്ത്രിക്ക് ഇത്തവണയും ഇളവുണ്ടാകും. പൊതുതത്വമനുസരിച്ച് പ്രായപരിധി 75 തുടരുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Well, last time itself at Kannur, Chief Minister Comrade Pinarayi Vijayan was given an exemption from the age limit because he was the Chief Minister of Kerala. And this time when we discuss about age limit application, I'm sure that all these factors will be also taken into consideration. Age limit of 75 is applicable generally, but we cannot rule out any exemptions to be given. But that is something after we discuss fully our organizational work, we will be able to come to some conclusion regarding this. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പിണറായി വിജയന് പുറമെ ചില നേതാക്കൾക്ക് കൂടി ഇളവ് വേണ്ടിവരും എന്ന തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ കൂട്ടത്തോടെ ഒഴിയുന്ന സാഹചര്യം തിരിച്ചടി ഉണ്ടാക്കും എന്ന് വിലയിരുത്തിക്കൊണ്ട് ചില നേതാക്കൾക്ക് കൂടി ഇളവ് നൽകുന്നത് ആലോചനയിലുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് പ്രകാശ് കാരാട്ട് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ബൽറാം. റീജിത്ത്, കഴിഞ്ഞ കണ്ണൂരിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിലാണ് 75 വയസ്സ് എന്ന പ്രായപരിധി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നിർബന്ധമാക്കിയത്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് പൂർണ്ണമായി പാലിക്കുകയാണെങ്കിൽ, കർശനമായി പാലിക്കുകയാണെങ്കിൽ ഇത്തവണ പോളിറ്റ് ബ്യൂറോയിലെ 7 പേർ ഒഴിയേണ്ട സാഹചര്യമുണ്ടാകും. ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. അതിനിടെയാണ് ഈ വിഷയത്തിൽ പ്രായപരിധിയിൽ ഇളവ് ഉണ്ടാകും, പ്രായപരിധി കർശനമാകില്ല എന്ന പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്നത്. പ്രായപരിധി ഇളവ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ആർക്കെല്ലാം ഇളവ് നൽകണം, ആരെയെല്ലാം നിലനിർത്തണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ പ്രായപരിധി പിന്നിട്ടവർക്കും ഒഴിയണം എന്ന പദവിയിൽ നിന്നും ഒഴിയണമെന്ന് സ്വയം തീരുമാനിക്കാനാകില്ല. പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളിൽ മാത്രമായിരിക്കും ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. സംഘടനാ ചർച്ചയിലൂടെ മാത്രമേ പ്രായപരിധി പൂർത്തിയായവരും പദവി ഒഴിയേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇളവ് നൽകിയത്. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ അതേസമയം പൊതുതത്വമനുസരിച്ച് പ്രായപരിധി 75 വയസ്സായി തന്നെ തുടരും, അതിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ ആ ഘട്ടത്തിൽ പാർട്ടി കോൺഗ്രസിൽ നടന്ന ചർച്ചകളിൽ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നവകേരളയെ രേഖയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഈ നവകേരള രേഖയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് പ്രകാശ് കാരാട്ട്. നവകേരള രേഖ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു രേഖയാണ് നവകേരള രേഖയെന്നും പാർട്ടി നയം മാറുന്നു എന്ന വിമർശനം സങ്കുചിതമാണ് എന്നും സമാനമായി ഈ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ആദ്യമായല്ല പാർട്ടി നടത്തുന്നത്. പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസുവിന്റെ കാലത്ത് തന്നെ ഇക്കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. പ്രായപരിധി കർശനമാകില്ല എന്ന സൂചന CPM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണത്തിലുണ്ട്. പിണറായി വിജയന് പുറമെ ചില നേതാക്കൾക്ക് കൂടി ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ആ പ്രതികരണം.